ഒരു വർഷമായിട്ടും നവീകരണം പൂർത്തിയാക്കാത്തതിനാൽ മലമ്പുഴ ഉദ്യാനം അടഞ്ഞുകിടക്കുകയാണ്. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ മാതൃകയിൽ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഉദ്യാനം ഇപ്പോൾ കാട് മൂടിയ അവസ്ഥയിലാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നവീകരിച്ച ഉദ്യാനം ഈ വർഷം മാർച്ചിൽ തുറന്നു നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഉദ്യാനം അടഞ്ഞുകിടക്കുന്നതിനാൽ ലക്ഷങ്ങൾ കെട്ടിവെച്ച് കടകൾ ടെൻഡർ എടുത്ത വ്യാപാരികൾ ഇപ്പോൾ കടക്കടിയിലായിരിക്കുകയാണ്. 11 മാസത്തോളമായി ഡാം അടച്ചിട്ടേ. അത് അടച്ചതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാ കുടുംബങ്ങളും ഡാമിനെ കച്ചവടത്തോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വികസനം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അനുകൂലിക്കുന്നവരാണ്. അപ്പം ഇനിയും കൂടുതൽ കച്ചവടം കിട്ടും, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, പാലക്കാടിന്റെ അഭിമാനമാണ് മലമ്പുഴ ഉദ്യാനം, അതാണ് ഈ അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത്. നീത, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഉദ്യാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്, അതായത് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ മലമ്പുഴ ഉദ്യാനം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടച്ചിട്ടത്. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ മാതൃകയിൽ കേന്ദ്ര സർക്കാരിന്റെ 76 കോടി രൂപ ചെലവിട്ടുകൊണ്ട് മലമ്പുഴയെ നവീകരിക്കുമെന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരെല്ലാം ഉറപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും ഒരു നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും കാടുമൂടി മലമ്പുഴ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അവിടെ നിരവധി വ്യാപാരികൾ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചാണ് ഉദ്യാനത്തിനകത്തെ കടകളെല്ലാം ടെൻഡർ എടുത്ത് അവരെല്ലാം ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെല്ലാം എങ്ങനെ ജീവിച്ചു പോകുമെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഈ കടക്കാരെ എല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും മെയ് മാസം അവസാനത്തോടു കൂടി മാത്രമാണ് ഇതിന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എല്ലാ സാങ്കേതിക അനുമതിയും ലഭിച്ചത്. ഇപ്പോൾ മഴ കൂടി ആയതോടുകൂടി വളരെ കുറവ് തൊഴിലാളികൾ മാത്രം വെച്ചുകൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് മലമ്പുഴയെ ആശ്രയിച്ച് കഴിക്കുന്ന നിരവധി വ്യാപാരികൾ, അതുപോലെ തന്നെ അവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം ആവശ്യപ്പെടുന്നത്. പാലക്കാട്ടിനെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിനെയും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം. മലമ്പുഴ ഡാമും അവിടുത്തെ യക്ഷിയെയും അവിടുത്തെ ഉദ്യാനവും ഒക്കെ കാണാൻ അത്രയധികം സഞ്ചാരികൾ എത്തുന്ന ഇടത്താണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇക്ബാൽ വിവരങ്ങൾ.